ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കാവശ്ശേരിയിലാണ്. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുകയാണ് കാവശ്ശേരി പൂരം. കേരളത്തിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നട്ടുച്ചയ്ക്ക് 1 മണിക്ക് ഏകദേശം 40 ഡിഗ്രി ചൂടാണ് ഇപ്പോൾ പാലക്കാടുള്ളത്. ഈ സമയത്ത് ഈ 40 ഡിഗ്രി ചൂടിൽ വേറെ വെടിക്കെട്ട് നടത്താൻ ധൈര്യമുണ്ടോ സക്കീർ ബായിക്ക് എന്ന് ചോദിക്കുന്ന പോലെ അത്രയും വെയിലാണ് ഇവിടെ, അത്രയും ജനത്തിരക്കാണ് ഇവിടെ. ഒരു തരത്തിലും എന്താ പറയുക, ആൾക്കാർ ഈ ചൂടിനെ വകവയ്ക്കില്ല എന്ന് വേണം പറയാൻ. 40 ഡിഗ്രിയോളം ചൂട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, പാലക്കാടുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവശ്ശേരിയിലാണോ നെന്മാറയിലാണോ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നുണ്ടെന്ന്. എന്താണെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കാവശ്ശേരി. എന്താണെങ്കിലും നമുക്ക് ഈ വെടിക്കെട്ടൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ എന്തൊക്കെ ആചാരങ്ങളാണ്, വിശേഷങ്ങളാണ്, അതെല്ലാം നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച്. എത്രമാത്രം വെയിലാണെന്നുണ്ടെങ്കിലും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെയാണ് കാവശ്ശേരിക്കാർക്ക് വെയിലൊന്നും ഒരു പുത്തിരിയല്ല. കാവശ്ശേരിക്കാർ മാത്രമല്ല, പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പൂരം കാണാനും അതുപോലെ തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാനും വേണ്ടി ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്ന കള്ളുഷാപ്പിനകത്ത് വരെ നിൽക്കാൻ സ്ഥലമില്ല. ഇതൊക്കെ നാട്ടിൻപുറങ്ങളിൽ മാത്രം കാണുന്നൊരു കാഴ്ച കേട്ടോ. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റ് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ്. ഈ പാടത്താണ് ആദ്യം വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. കേരള ഫയർഫോഴ്സ്, പോലീസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണർന്ന് തന്നെ നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങൾ തണൽ നോക്കി നടന്ന് വെടിക്കെട്ട് നടക്കുന്ന പാടത്തിലെത്തി. വെടിക്കെട്ട് കാണുകയും വേണം തണലും വേണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാഹസിക പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും മുക്കിലും മൂലയിലൊക്കെ പോയി നിൽക്കുകയാണ്. ഇവിടെ പോലീസിൻ്റെ നിയന്ത്രണമുണ്ട്, ഒരു പരിധിക്കപ്പുറം പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഒരു ചെറിയ തണൽ കിട്ടുന്ന അവിടെ കയറി നിൽക്കുക, അതുപോലെ തന്നെ സേഫായിട്ട് നിൽക്കുക എന്നൊരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വേലിയൊക്കെ ചാടി കഷ്ടപ്പെട്ടൊക്കെ പല സ്ഥലത്തും പോയി നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് വെടിക്കെട്ട് നടക്കുന്നത്. അങ്ങനെ വെടിക്കെട്ടിൻ്റെ കലാശപ്പൊട്ട് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ പോലീസ് വണ്ടികളും ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്ന വേറൊരു കൂട്ടം ആൾക്കാരാണ് കമ്മിറ്റിക്കാർ. അവർ ആൾക്കാരെ നിയന്ത്രിക്കാനായി തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പടക്കത്തിൻ്റെ ആൾക്കാർ വഴിമരുന്നിടുന്നതിന് വേണ്ടിയിട്ട് അതും നടക്കുന്നുണ്ട്. ഈ കാണുന്നത് പോലീസും RDOയും എല്ലാം നേരിട്ട് വന്ന് എത്രമാത്രം കരിമരുന്ന് ഈ വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള പരിശോധന നടത്തുകയാണ്. അനുമതി നൽകിയിരിക്കുന്നതിനപ്പുറം വെടിമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. വീണ്ടും വെടിക്കെട്ടിനായിട്ടുള്ള നീണ്ട കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് വാവുള്ളിയാപുരം ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തി. അങ്ങനെ ഇവിടെയുള്ള 3 ദേശങ്ങളിലെ ആദ്യത്തെ ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു. വാവുള്ളിയാപുരം ദേശത്തിൻ്റെയാണ് ഇപ്പോൾ വെടിക്കെട്ട് നിങ്ങൾ കണ്ടത്. ഇവിടെ നിന്ന് ഇനി അടുത്തത് കഴിഞ്ഞ് ചുങ്കം ദേശത്തിൻ്റെ വെടിക്കെട്ടാണുള്ളത്. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇവിടെ പയ്യെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്, അടുത്ത പാടത്തിലോട്ട് പോവുകയാണ്. ഏകദേശം ആൾക്കാരൊക്കെ ആ റോഡ് മുറിച്ച് കടന്നു. ഒരു കഥനെ കുത്തിയിരിക്കണം നടുക്കോട്ടിൽ. റോഡ് മുറിച്ച് കടന്ന് അടുത്ത ദേശത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പാടമൊക്കെ മുറിച്ച് കടന്ന് പോവാണ്. നമ്മളും അതിൻ്റെ ഒപ്പം ചാടിക്കടന്ന് എത്തി. അതിഭീകര വെയിലിൻ്റെ ഒപ്പം പൂരാവേശവും ആളുകളുടെ ഇടയിലുണ്ട്. വെയിലൊന്നും ആൾക്കാർ വകവയ്ക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ
ആപാലവൃദ്ധം ജനങ്ങളാണ് പൂരം കാണാൻ വേണ്ടി, ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. പാലക്കാട്ടുകാർക്ക് വെയിലൊരു പുത്തരിയല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കേട്ടോ ഇത്. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടാണ്. ഇപ്പം നട്ടുച്ചയാണ്, 2 മണിയാണ് സമയം. അങ്ങനെ കാത്തിരുന്ന രണ്ടാമത്തെ ദേശത്തിൻ്റെ വെടിക്കെട്ട് തുടങ്ങി. കഴിഞ്ഞ ചുങ്കം ദേശത്തിൻ്റെ വെടിക്കെട്ടാണിത്. കേരളത്തിൽ എവിടെ പോയാലും ഏത് ഉത്സവങ്ങളുണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി സഹായിക്കുന്നത്. അവിടെ ഒരു വീട്ടിലത് ഇങ്ങനെ വരുന്നവർക്കെല്ലാം വെള്ളം കൊടുക്കുന്നുണ്ട്. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ 18ാമത്തെ അടവും പ്രയോഗിച്ച് കുറേ ചെറുപ്പക്കാരോട് ഇരിപ്പുണ്ട്. കാവശ്ശേരി ദേശത്തിൻ്റെ വെടിക്കെട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണിത്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കാവശ്ശേരി ദേശത്തിൻ്റെയും വെടിക്കെട്ട് തുടങ്ങി. അങ്ങനെ കാവശ്ശേരി എന്ന പാലക്കാട്ടിലെ മനോഹര ഗ്രാമത്തിലെ ഒരു ഉത്സവവും വെടിക്കെട്ടും എല്ലാം നമ്മൾ കണ്ടു. ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ വേലയും പൂരവും ഉത്സവങ്ങളുമുള്ള പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ. നന്മയുള്ള നാട്ടിൻപുറത്തെ ഈ ഉത്സവത്തിന് ഇനി അടുത്ത തവണ കാണാം. കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണാത്ത നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.